അനാഥമക്കളുടെ അഭയകേന്ദ്രവും ആലംബഹീനരുടെ ആശാകേന്ദ്രവുമായ കാരന്തൂർ സുന്നി മർക്കസിനെതിരെ സദുദ്ദേശത്തോടുകൂടി ആരോപണമുന്നയിക്കുന്നത് നിങ്ങൾ കാണുക. തങ്ങളല്ലാത്തവരെ തങ്ങളാക്കുന്ന പല ആളുകളും ഉണ്ട്. കേരളത്തിൽ കാരന്തൂരിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന അതോട് ബന്ധപ്പെട്ട പല ആളുകളും പല സ്ഥലങ്ങളിലും തങ്ങളായി വിലസുന്നത് എന്റെ അറിവിൽ തന്നെയുണ്ട്. സ്റ്റഡി സെന്ററുകാർ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത മുത്തേടം മൗലവിയെ സുന്നിപ്പടയണി ഒരിക്കൽ കൂടി ആദർശ കൈരളിയുടെ മുന്നിൽ വിചാരണ ചെയ്യാൻ പോകുകയാണ്. എനിക്ക് പേച്ചോ അതെ, താങ്കൾക്ക് പിഴച്ചു. സമസ്തക്കെതിരെയും സുന്നി പടയണിക്കെതിരെയും കൽപ്പിത കഥകളുടെ അമേദ്യം കലർത്തി അച്ചുനിരത്തിയവരും ആത്മീയ വേദികളിൽ അശ്ലീലം ഛർദ്ദിച്ച് അലങ്കോലപ്പെടുത്തിയവരും എഴുതിവിട്ട ആരോപണങ്ങളുടെ ആവനാഴിയിലെ അവസാനത്തെ അമ്പും നനഞ്ഞ പടക്കം പോലെ ചീറ്റിപ്പോയ ആദർശ കൈരളിയുടെ മണ്ണിൽ ഇനിയും ആ ചീറ്റിപ്പോയ നനഞ്ഞ പടക്കങ്ങൾ ശേഖരിച്ച് ഊരുചുറ്റാനാണ് മൗലവി താങ്കളും താങ്കളുടെ കൂലിപ്രഭാഷകന്മാരും ശ്രമിക്കുന്നതെങ്കിൽ ഇല്ല. ഈ സംഘശക്തിയെ ആരോപണ മാലിന്യങ്ങൾ കൊണ്ട് തകർക്കാനും തളർത്താനും നിങ്ങൾക്കും നിങ്ങളുടെ തുതിപാഠകന്മാർക്കും സാധ്യമല്ലെന്ന് സുന്നി കൈരളി ഉറക്കെ വിളിച്ചു പറയുകയാണ്. ഉറക്കപ്പുറയോ 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 ഉറക്കപ്പുറയോ. ഓ മൗലവി, പുഴുത്ത നുണകൾ കെട്ടിപ്പടച്ചുണ്ടാക്കി സമസ്തയെയും സുന്നി സമൂഹത്തെയും പൊതുജനമധ്യത്തിൽ കരിവാരിത്തേക്കാനായി മുജാഹിദ് പുരോഹിതന്മാരെ രഹസ്യമായി കൂട്ടുപിടിച്ചുകൊണ്ടോ ചീറ്റിപ്പോയ നനഞ്ഞ പടക്കങ്ങൾ ശേഖരിച്ചോ ആദർശ കൈരളിയുടെ മണ്ണിൽ പൊട്ടിക്കാമെന്നുള്ള നിങ്ങളുടെ സ്തുതിപാഠകന്റെ കുരിശിത ശ്രമം നടക്കാൻ പോകുന്നില്ല. ഉറക്കപ്പുറയോ ഉറക്കപ്പുറയോ ബഹുമാനപ്പെട്ട ഉള്ളാസങ്ങളും സയ്യിദുന ഖലീഫങ്ങളും അടക്കമുള്ള സാദാത്യങ്ങൾ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും ചിത്താരി ഉസ്താദും പൊന്മ ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാർ നേതൃത്വം നൽകുന്ന ഇസ്സത്തുള്ള ദർസുകൾ നടത്തുന്ന അറബിക് കോളേജുകൾ നടത്തുന്ന ദ്വാസമേളകളും ദിക്ർ ദ്വാസമേളകളും നടത്തുന്ന ആത്മീയമായ പ്രഭ വിതരുന്ന സമസ്തകളുടെ ജമീയത്തുലമയുടെ സ്ഥാപനലക്ഷ്യമായ വിഗ്രഹത്തിനെ ചെറുക്കുക എന്ന ലക്ഷ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ഭൗതിക ശക്തികളെ തൂത്തറിയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് സുന്നത്തുൽ ജമാഅത്തിന്റെ വിജയത്തിന്റെ പാതയിൽ വെള്ളിക്കൊടി പറപ്പിച്ചുകൊണ്ട് ശൈഖുനാ ശൈഖുൽ ജമാൽ ഉറക്കപ്പുറയോ ഉറക്കപ്പുറയോ ഓ മൗലവി, സുന്നികളുടെ മുന്നേറ്റം നിങ്ങൾക്ക് ദഹിക്കുന്നില്ല. അത് ഞങ്ങൾക്ക് നന്നായി അറിയാം. അതുകൊണ്ടല്ലേ നിങ്ങൾ സുന്നി പണ്ഡിത നേതൃത്വത്തോടും സുന്നി പടയണിയോടും അസൂയ വെക്കുന്നത്. മൗലവി, ഒരു കാര്യം നിങ്ങൾ മറക്കരുത്. അസൂയ അഗ്നിയാണ്. ആദ്യ പിതാവായ ആദം നബി അലൈഹിസ്സലാമിനെതിരെ ഉറഞ്ഞു തുള്ളിയ ഇബ്ലീസ്, ആ ഇബ്ലീസ് ആരായിരുന്നു? മൗലവി, താങ്കൾ തന്നെ പറയുക. ആരാണ്? ആലിമാണ്. പുറത്ത് പറയണ്ട. ഇബ്ലീസും ആരാണ്? ആലിമാണ്. ആലിമിന് ആലമിനോടുണ്ടായതാ. ആലിമിന് ആലമിനോട്. ആലിമാണ് ഇബ്ലീസ്. അവനും അസൂയ ഉണ്ടായി. ആലമായ ആരോട്? അതിനേക്കാൾ ആലിമായ ആരോട്? അതാണ് ആദ്യം ഉണ്ടായത്. ആലിമ്യങ്ങൾക്കിടയിലാണ് ആദ്യമായിട്ട് അസൂയ ഉണ്ടായത്. അവർ തന്നെയാണ് ഉലമാഉഹും ശർറുമൻ തഹ്ത അദീമിസ് സമാ. ഒരു കാലഘട്ടം വരും
ആകാശത്തിന്റെ ചോട്ടിൽ ഏറ്റവും നികൃഷ്ട ജീവികൾ ആ സമൂഹത്തിലെ പണ്ഡിതന്മാരായില്ലാകുമെന്ന് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞുണ്ടാക്കിയതാണ് എങ്കിൽ എനിക്ക് പേടിക്കേണ്ടിയിരുന്നു. എനിക്ക് പേടിക്കേണ്ടിയിരുന്നു. ഓ മൗലവി സാഹിബേ, താങ്കളാണ് ഏറ്റവും അധികം ഭയപ്പെടേണ്ട വ്യക്തി. കാരണം ആഗോളതലത്തിൽ അറിയപ്പെടുന്ന മതപണ്ഡിത സഭയായ സമസ്തയോടും സുന്നി പണ്ഡിത നേതൃത്വത്തോടും ഏറ്റവും അധികം അസൂയ വെക്കുന്നയാൾ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട താങ്കളാണ്. അതുകൊണ്ട് ഏറ്റവും അധികം പേടിക്കേണ്ട വ്യക്തി താങ്കൾ തന്നെയാണ്. ഖാസിമി, താങ്കൾ ഫിത്നയുടെ പ്രചാരകനായി മാറുമ്പോൾ മറക്കാതെ എന്നും നെഞ്ചിൽ സൂക്ഷിച്ചു വെക്കേണ്ട, താങ്കൾ തന്നെ പറഞ്ഞ താങ്കൾക്ക് അനുയോജ്യമായ ഒരു ഹദീസ് ചെവി തുറന്നൊന്ന് കേൾക്കുക. ഇന്നത്തെ കാലത്ത് മറക്കാതെ അവനവന്റെ നെഞ്ചിൽ എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു ഹദീസാ. ഇത് മറക്കണ്ട. ഞാനിത് ഉലമാവും ഒരു ജനത വരും. ആ ജനതയിലെ ആലിമീങ്ങൾ മിൻഹും തഖ്റുജുൽ ഫിത്ന, അവരുടെ ഇടയിൽ ഫിത്നയുണ്ടാവും. ഫീഹിം തഊദ്, അവരിലേക്ക് മടങ്ങും. ഫിത്ന അവരെന്നെ ഇടയിലുണ്ടാവുക. കാരണം അവർക്കിടയിൽ എന്തുണ്ടാവും? അൽ ഹസദ് വൽ ബഗയു. ആ ഹദീസ് താങ്കളും താങ്കളുടെ അനുയായികളും മറക്കരുത് കേട്ടോ. പച്ചക്കള്ളങ്ങൾ കെട്ടിച്ചമച്ച സുന്നി സമൂഹത്തിന്റെ സമുന്നതരായ പണ്ഡിതന്മാർക്കെതിരെ ഫിത്നയുടെ പ്രചാരകരായി ഊരുചുറ്റുന്ന അസൂയാലുക്കളെ കൈരളിയുടെ മണ്ണിൽ സമസ്തക്കെതിരെയും ആലിമീങ്ങൾക്കെതിരെയും നിങ്ങൾ പടച്ചുണ്ടാക്കിയ കള്ളക്കഥകളും കുതന്ത്രങ്ങളും തകർന്ന് തുരുപ്പണമായി കൊണ്ടിരിക്കുകയാണ്. ഖാസിമി, താങ്കൾ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ദീനും സുന്നത്ത് ജമാഅത്തുമല്ല വലുതെന്ന്. എങ്കിലിതാ കേട്ടുള്ളൂ. അയാൾക്ക് അയാളുടെ സമൂഹത്തിന് അള്ളാഹുവിന്റെ അടിസ്ഥാനം ഇല്ല. അവർക്ക് അള്ളാഹുവിന്റെ അടിസ്ഥാന സുന്നത്തമായത്തിൽ അവർക്ക് താല്പര്യമില്ല. അവർക്ക് ആകെ വേണ്ടത് അദ്ദേഹത്തെ പരാജയപ്പെടുത്തുക, അദ്ദേഹത്തെ നശിപ്പിക്കുക. അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ ഞങ്ങളൊന്നും ആകാൻ വേണ്ടി ശ്രമിച്ചിട്ട് നടക്കുന്നില്ലല്ലോ എന്ന പക കൊണ്ട്, അസൂയ മൂത്തത് കൊണ്ട് അദ്ദേഹത്തെ തന്നെ ഉണ്ടാക്കിയ കെണിയും ഫിത്നയും ഫസാദും അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊക്കെ സമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇവർ പ്രചരിപ്പിക്കുന്ന ഒരു നുണയും ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം. ആദ്യം ഇവർ കാന്തപുരത്തെ പള്ളിക്കള്ള എന്നാണ് പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ കരുതണം, കോഴിക്കോട്ടെ പാവപ്പെട്ട സുന്നികളുടെ പള്ളികളായ മൊഹീദ്ദീൻ പള്ളിയും പട്ടാളപ്പള്ളിയും ഒക്കെ പുത്തം പ്രസ്ഥാനക്കാരെയും രാഷ്ട്രീയ സ്വാധീനത്താൽ കീഴ്പ്പെടുത്തിയതുകൊണ്ട് അവിടുത്തെ ജുമുഅ മീറ്റിംഗ് ആയിട്ടുണ്ട്, അവിടുത്തെ പ്രസംഗമായിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളിയാഴ്ച ജുമുഅക്ക് കോഴിക്കോട് ബസ് സ്റ്റാൻഡിലെത്തിയാൽ, ടൗണിലെത്തിയാൽ നിങ്ങൾ ജുമുഅയിൽ പങ്കെടുക്കരുത് എന്ന് പറയാനേ ഒരു 30 വർഷക്കാലം മുമ്പ് നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർക്ക് സാധിക്കുമായിരുന്നുള്ളൂ. എങ്കിൽ ഇന്ന് നിങ്ങൾ നോക്കൂ, പട്ടാളപ്പള്ളിയിലെ ജുമുഅ പറ്റാത്ത മുഴുവൻ സുന്നികൾക്കും ഇവിടെ എത്ര പള്ളിയാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ശ്രമഫലമായി ഇവിടെ ഉണ്ടായത്. അതുപോലെ ഞാൻ ഓർക്കുന്നു, എന്റെ നാടായ എടവണ്ണ കഴിഞ്ഞ 55 വർഷക്കാലം എടവണ്ണയിലെ പാവപ്പെട്ട സുന്നികൾക്ക് ആരാധന സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. എന്നാൽ 2 വർഷം മുമ്പാണ് 4 നിലയുള്ള മനോഹരമായ പള്ളി കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ശ്രമഫലമായി എടവണ്ണ ഉണ്ടായതെങ്കിലും ഞാൻ ഓർക്കുന്നു, നമ്മുടെ അഭിവന്ദ നേതാവ് മർഹൂം കെ ഹസൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു സ്വന്തം താമസ സ്ഥലത്തിന്റെ തൊട്ടടുത്ത ടൗണായ പുളിക്കൽ ഒരു പ്രസംഗത്തിന് വേണ്ടി സ്റ്റേജിൽ കയറി ഫാത്തിഹ വിളിച്ചു ദുആ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. പ്രസംഗിക്കാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല, പ്രാർത്ഥന പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്ക് പോലീസുകാർ വന്ന് ഉസ്താദിനെ ഇറക്കി വിട്ടപ്പോ പകരം കയറി നിൽക്കാൻ ഒരു നുള്ളു ഭൂമി സുന്നികൾക്കായി ആ നാട്ടിലില്ലാത്തതിന്റെ പേരിൽ ഹസൻ മുസ്ലിയാരും അദ്ദേഹത്തിനെ സ്വീകരിച്ച ആളുകളും കരഞ്ഞിരുന്നു. എങ്കിൽ ഇന്ന് നിങ്ങൾ പുളിക്കൽ